Good morning, dear students, and I am very happy to welcome to this fourth online class. And in the previous class, we already discussed about the evolution of management. In this, we discussed three stages, that is the classical and neoclassical and the modern. Here, in the three different stages, we already discussed 8 theories. That is, in the case of the classical theory, scientific, administrative and the bureaucratic, and in the neoclassical theory, we discussed 2, that is human relation and the behavior, and the third one, that is the modern. At that time, we discussed about the system and the contingency and the quantitative. So, these are the 8 theories which are discussed in the later or the previous class. Today, I want to discuss about the schools of thought. What are the different schools of thought related to the management? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ തിയറീസ് തന്നെയാണ് ഇവിടെ സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ കിട്ടിയിട്ടുള്ള ഒരു ഇൻട്രഡക്ഷൻ്റെ ഒരു ബേസിസിൽ നമ്മൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല. ഞാനിവിടെ പവർ പോയിൻ്റ് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സും ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെക്സ്റ്റിലേത്തേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനും എക്സാമിന് എഴുതാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്രോസസ് സ്കൂൾ ഓർ ട്രഡീഷണൽ സ്കൂൾ. നമുക്കറിയാം പ്രോസസ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം 8 സ്കൂളുകൾ സിസ്റ്റമാറ്റിക്കായിട്ട് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ പ്രോസസ് സ്കൂൾ or the traditional school, second one empirical school, third one human behavior school, and next one social system school, decision theory school, mathematical or quantitative management school, and systems approach school, last one contingency approach school. These are the 8 schools of thought to be studied in this session. First of all, we want to discuss about the process. ഏതൊക്കെയാണ് പ്രോസസ്സുകളുള്ളത്? പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്, സ്റ്റാഫിംഗ്, ഇംപ്ലിമെൻറ്റിംഗ്, ഇതൊക്കെയാണ് നമുക്ക് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ പ്രോസസ് ഓഫ് സ്കൂൾസ് ആണ് ഫസ്റ്റ് സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്നതിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ ദിസ് അപ്രോച്ച് ഈസ് ഓൾസോ നോൺ ആസ് ദ ഓപ്പറേഷണൽ അപ്രോച്ച്. നമ്മൾ എന്താണ് ഒരു റിസർച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ഒരു ഓപ്പറേഷൻ ആക്ടിവിറ്റിയാണ് നമ്മൾ ഈ പ്രോസസ് സ്കൂളിൽ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് യൂണിവേഴ്സൽ അപ്രോച്ച് ഓർ ദ ക്ലാസിക്കൽ അപ്രോച്ച്. അതായത് ഈ പ്രോസസ് സ്കൂളിനെ നമുക്ക് വേറെ 3 പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓപ്പറേഷൻ അല്ലെങ്കിൽ ഓപ്പറേഷണൽ അപ്രോച്ച്, യൂണിവേഴ്സൽ അപ്രോച്ച് ആൻഡ് ദ ക്ലാസിക്കൽ അപ്രോച്ച്. According to this schools of management thought, management can best be studied in terms of the process that it follows. എന്തൊക്കെയാണ് പ്രോസസ്സ് ഈ മാനേജ്മെൻറ്റ് ഫങ്ഷനിൽ ഉള്ളത്, അതിനെ ബേസ് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡായിട്ട് മാനേജ്മെൻറ്റ് അതോറിറ്റീസ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് റിസർച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പ്ലാനിങ് ഉണ്ട്, ഓർഗനൈസിങ് ഉണ്ട്, ഡയറക്റ്റിംഗ് ഉണ്ട്, കൺട്രോളിംഗ് ഉണ്ട്, സ്റ്റാഫിംഗ് ഉണ്ട്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ സിറ്റുവേഷൻസ് ഓർ ദ എൻവയൺമെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓരോ ഓർഗനൈസേഷൻ്റെയും എൻവയൺമെൻറ്റ് എന്താണ്, ഓരോ ഓർഗനൈസേഷൻ്റെയും സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കോർഡിനേറ്റിംഗ് അതെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. Therefore, the subscribers of this school are of the view that the management principles are universally applicable. കോമൺ ആയിട്ട് അപ്ലിക്കബിൾ ആകുന്ന കാര്യങ്ങളാണ് ഇവിടെ പ്രോസസ് സ്കൂളിൽ നമ്മുടെ മാനേജ്മെൻറ്റ് റിസർച്ചേഴ്സ് നമുക്ക് തരുന്നത്. They can be equally well applied to the government and different business or to any other type of organization. ഗവൺമെൻറ്റിനായിക്കോട്ടെ,
പബ്ലിക് കമ്പനീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്. ബിസിനസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പായിരിക്കാം, ചിലപ്പോൾ ജ്വല്ലറി ഷോപ്പായിരിക്കാം, ചിലപ്പോൾ മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. എങ്ങനെ എന്തും ആയിക്കോട്ടെ ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രോസസ്സായിരിക്കണം നമ്മൾ പ്രോസസ്സിങ് സ്കൂളിൽ നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത് പ്രോസസ്സ് തന്നെയാണ്. ഡിഫറെൻറ്റ് പ്രോസസ്സ് ഉണ്ട്. അതിൽ വന്നിട്ടുള്ളതിനെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ദെൻ ഹു ആർ ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് പ്രോസസ് സ്കൂൾസ് ഓഫ് തോട്ട്? ആരൊക്കെയാണ് ഈ പ്രോസസ് സ്കൂളിനെ കുറിച്ചിട്ട് നമുക്ക് ദീസ് ആർ ദ റിസർച്ചേഴ്സ്. എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തവരൊക്കെ ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതിൽ റിസർച്ച് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവരിൽ ആരാണ് ഈ പ്രോസസ് സ്കൂൾ എന്ന് പറയുന്ന ഒരു തോട്ട് നമുക്ക് തന്നിട്ടുള്ളത്? ദാറ്റ് ഈസ് ഹെൻറി ഫയോൾ ആൻഡ് ലിൻഡോൾ അർവിക് ആൻഡ് ഹാരോൾഡ് കൂഡ്സ് എക്സെട്ര. ദീസ് ആർ ദ researchers who contribute about the process school. Then what are the features related to the process school? ഈ പ്രോസസ് സ്കൂൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്റ്റഡി ഓഫ് മാനേജ്മെൻറ്റ് ഷുഡ് ബി ഡൺ ബൈ ഫോക്കസിങ് ദ പ്രോസസ്. ഏതൊക്കെയാണ് പ്രോസസ്സ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, സ്റ്റാഫിംഗ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്. അതിനെല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് സ്റ്റഡി ചെയ്യുന്നതിനെയാണ് പ്രോസസ് സ്കൂളായിട്ട് പറയുന്നത്. ദെൻ ദ മാനേജേഴ്സ് ഹാവ് മോർ ഓർ ലെസ് സം ഫങ്ഷൻസ് ഇറസ്പെക്റ്റീവ് ഓഫ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻ ആകുമ്പോൾ അതിൻ്റേതായ ചില ഫങ്ഷൻസും കൂടി ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുന്ന ടെക്നോളജി ആയിരിക്കില്ല ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫോളോ ചെയ്യേണ്ടി വരിക. അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ആ ടെക്നോളജി ഒന്നുമല്ല അപ്ലൈ ചെയ്യേണ്ടി വരിക. അപ്പോൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ, യുണീക്ക് ആയിട്ടുള്ളതാണ്. അതിന് പുറമെ അതിനോട് ചേർത്ത് വയ്ക്കേണ്ടത് ഏതൊക്കെയാണ്? ആ സ്പെഷ്യൽ ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസിനോട് ബന്ധപ്പെട്ടിട്ടുള്ളതും നമ്മൾ ആഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെയിൻ ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ആർ ദ കോർ ഓഫ് ദ മാനേജ്മെൻറ്റ്. ഈ പ്രോസസ്സുകളെല്ലാം ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, പ്രൈവറ്റ് ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, ചാരിറ്റബിൾ ആയിക്കോട്ടെ, ട്രസ്റ്റ് ആയിക്കോട്ടെ, അതെല്ലാം യുണീക്ക് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ യുണീക്ക് ആയിട്ടുള്ള ഫാക്ടേഴ്സും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ പ്രോസസ്സ് എന്ന് പറയുന്ന സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രോസസ്സ് ഓഫ് സ്കൂൾ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡിയാണ്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് പ്രോസസ്സാണ്. ആ പ്രോസസ്സ് എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ളതാണ്. ഏതൊരു ഓർഗനൈസേഷൻ ആയാലും യൂണിഫോമലായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ്, കോർഡിനേറ്റിംഗ്, സ്റ്റാഫിംഗ് എക്സെട്ര. അതിനോട് ചേർത്ത് വെക്കേണ്ടത് നമ്മളുടേതായ ഓർഗനൈസേഷൻ്റെ എൻവയൺമെൻറ്റിന്, അതിൻ്റെ ഒബ്ജക്റ്റീവിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫങ്ഷൻസും കൂടിയും ചേർത്ത് വയ്ക്കുമ്പോൾ ഏത് സ്കൂളായി? പ്രോസസ് സ്കൂളായി. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എംപിരിക്കൽ സ്കൂളാണ്. ദിസ് സ്കൂൾ ഓൾസോ ടേംഡ് ആസ് മാനേജ്മെൻറ്റ് ബൈ കസ്റ്റംസ് സ്കൂൾ. ഇവിടെ എംപിരിക്കൽ എന്ന് പറയുന്ന വേർഡ് തന്നെ നമുക്ക് എന്താണ് മീൻ ചെയ്യുന്നത്? ദർ ഈസ് എ കസ്റ്റം. ഒരു ലൊക്കാലിറ്റി, ഒരു എൻവയൺമെൻറ്റ് അവിടെ വരുമ്പോൾ അവിടെ ഒരു കസ്റ്റം ഉണ്ടായിരിക്കും. ആ കസ്റ്റംസ് ഓഫ് സ്കൂൾസ് ഓഫ് തോട്ടാണ് സെക്കൻഡ് സ്കൂൾ ഓഫ് തോട്ടായിട്ട് പറയുന്നത്. സോ ഇൻ ദിസ് സ്കൂൾ, ദാറ്റ് ഈസ് ദ എംപിരിക്കൽ സ്കൂൾ, ബിലീവ്സ് ദാറ്റ് the management can learn about the applying the most effective and efficient techniques by the experience of successful manager or mistakes of unsuccessful manager. രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. സക്സസ്ഫുൾ മാനേജർ ആണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം മുമ്പ് ചെയ്തിരുന്ന സെയിം മെത്തേഡ്സ് നമുക്ക് അപ്ലൈ ചെയ്യാം. അതേസമയം അൺസക്സസ്ഫുൾ മാനേജർ ആണെങ്കിൽ അയാൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്തുകൊണ്ട് ഞാൻ തോറ്റുപോയതിൻ്റെ കാരണം എന്താണ്. അത് കണ്ടെത്തിക്കൊണ്ട് അത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹി വിൽ ബി എ സക്സസ്ഫുൾ മാനേജർ, ഹി വിൽ ബി എ സക്സസ്ഫുൾ ലീഡർ. അദ്ദേഹത്തിന് എന്താണോ വീഴ്ച പറ്റിയത് ആ വീഴ്ച പറ്റിയത് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഗുഡ് ഓർ സക്സസ്ഫുൾ മാനേജറാവും. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇഫക്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് derived from the experience.
ഒരു സക്സസ്ഫുൾ മാനേജറോ ഒരു അൺസക്സസ്ഫുൾ മാനേജറോ ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മളിവിടെ കസ്റ്റംസ് സ്കൂൾ ഓർ ദ എംപിരിക്കൽ സ്കൂൾ എന്ന് പറയുന്നത്. സോ ദിസ് സ്കൂൾ റെക്കമെൻഡ്സ് കേസ് സ്റ്റഡീസ് for drawing general conclusion and forming the principles. നമുക്ക് ഇഷ്ടം പോലെ കേസ് സ്റ്റഡീസ്, ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം, ആ പ്രശ്നത്തിനെ എങ്ങനെയാണ് അവിടെ അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്, ആ മെത്തേഡ് വേണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കേസ് സ്റ്റഡീനെ ഡിപ്പെൻഡ് ചെയ്ത്, അതായത് മുൻപുള്ള എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റാവുന്ന സ്കൂൾസ് ഓഫ് തോട്ടിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, എംപിരിക്കൽ സ്കൂൾ അല്ലെങ്കിൽ കസ്റ്റംസ് സ്കൂളായിട്ട് പറയുന്നത്. So this school of thought has, however, not found general approval as not only the approach of different research projects in management is different, but also the circumstances of different industries in different countries are different. നമ്മുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മറ്റുള്ളൊരു ഓർഗനൈസേഷനേക്കാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ കമേഴ്ഷ്യൽ ഇൻഡസ്ട്രി ആയിരിക്കാം, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ആയിരിക്കാം, അല്ലെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ആയിരിക്കാം, അല്ലെങ്കിൽ ബാങ്കിങ് ഇൻഡസ്ട്രി ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻസിങ് ഇൻഡസ്ട്രി ആയിരിക്കാം. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ജനറൽ അപ്രൂവലാണ്, ജനറൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഡിഫറെൻറ്റ് റിസർച്ച് നടക്കുന്നുണ്ടെങ്കിലും അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നമ്മളുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യാസമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചും ഒരു മുൻതൂക്കം കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ ഈ എംപിരിക്കൽ സ്കൂൾ ഓഫ് തോട്ട് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ this does not find a uniform application and their conclusion cannot be accepted as universally. ഇവിടെ നമുക്ക് യൂണിവേഴ്സാലിറ്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു നേച്ചർ നമുക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് ഓൾ ഓർഗനൈസേഷൻ ഓർ ഓൾ എൻ്റർപ്രൈസസ് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വൺ എൻറ്റിറ്റി ടു അനദർ. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഒരു എൻ്റർപ്രൈസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമേ സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എംപിരിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ പറയുന്നത്. ഒരിക്കലും യൂണിഫോമലായിട്ട് യൂണിവേഴ്സലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് എംപിരിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ പറയുന്നത്. സോ ദെൻ we want to discuss who are the contributors about this empirical or the customs schools of thought. Harvard Business School and Ernest Dale American Manager Association. These are the contributors of this empirical school of thought. And the next one, what are the main features? നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഫീച്ചേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ 3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ആദ്യം ഒരു ഇൻട്രഡക്ഷൻ പറയുക, പിന്നെ ഹു ആർ ദ കോൺട്രിബ്യൂട്ടേഴ്സ് പറയുക, പിന്നെയാണ് ഫീച്ചേഴ്സ് പറയുന്നത്. ഈ ഒരു ബേസിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ടെക്സ്റ്റ് ഫോളോ ചെയ്യേണ്ട. തൽക്കാലം നിങ്ങളിത് ലെക്ചർ നോട്ട് എഴുതിയിട്ട് പഠിക്കാനായിട്ട് ഞാൻ പറയുന്നത്. സോ വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദിസ് എംപിരിക്കൽ സ്കൂൾ ഓഫ് തോട്ട്? ഫസ്റ്റ് വൺ, മാനേജ്മെൻറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എക്സ്പീരിയൻസ്. ഇവിടെ മാനേജ്മെൻറ്റ് തോട്ട് എന്ന് പറയുന്നതിൽ അവിടെ വരുന്ന എല്ലാ ഫങ്ഷൻസും റിലേറ്റഡ് ടു ദ എക്സ്പീരിയൻസ്. മുൻപ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ, അത് റിസർച്ചേഴ്സ് ആയിരിക്കാം, ബിസിനസ് പീപ്പിൾ ആയിരിക്കാം, മാനേജേഴ്സ് ആയിരിക്കാം, ലീഡേഴ്സ് ആയിരിക്കാം, ഓർ എനി അതർ പ്രൊഫഷണൽ, അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളിവിടെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫങ്ഷൻ നടപ്പിലാക്കുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ, സക്സസ് ആൻഡ് ദ ഫെയിലിയർ ഓഫ് മാനേജ്മെൻറ്റ്, നോ ഇമ്പോർട്ടൻസ്. ചിലപ്പോൾ വിജയിച്ചിട്ടുണ്ടായിരിക്കാം, ചിലപ്പോൾ തോറ്റിട്ടുണ്ടായിരിക്കാം. സോ സക്സസ് ആൻഡ് ദ ഫെയിലിയർ ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ക്യാൻ പ്രൊവൈഡ് ഗൈഡൻസ് ഇൻ ഫ്യൂച്ചർ ഫോർ സിമിലർ സിറ്റുവേഷൻസ്. തോറ്റതിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്, ജയിച്ചതിൽ നിന്നും പഠിക്കാനുണ്ട്. ജയവും തോൽവിയും എന്ന് പറയുന്നത് നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു വഴി മാത്രമാണ്. ആ വഴിയിൽ നിന്ന് നമുക്ക് ഡയറക്ഷൻസ് കിട്ടും, ഗൈഡ് ലൈൻസ് കിട്ടും.
ഞാൻ എന്തുകൊണ്ട് ഞാൻ തോറ്റുപോയി, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ സക്സസ് എന്ന് പറയുന്നതോ ഫെയിലിയർ എന്ന് പറയുന്നതിനോ ഇമ്പോർട്ടൻസ് ഇല്ല. ബട്ട് ദർ ഈസ് എൻ എക്സ്പീരിയൻസ്. അതിനാണ് ഇവിടെ മുൻതൂക്കം കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് മസ്റ്റ് ബി ബേസ് ഫോർ ഫ്യൂച്ചർ റിസർച്ച്. നമ്മൾ നേരത്തെ പറഞ്ഞു കേസ് സ്റ്റഡി. എവിടെയാണ് ഒരു കേസ് സ്റ്റഡി വരുന്നത്? ഒരു ഈവൻ്റ് ഒക്കോർ ചെയ്തതിന് ശേഷമാണ് അത് കേസ് എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു ഈവൻറ്റിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന സംഭവത്തിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് റെമഡിയൽ മെഷേഴ്സ് എടുത്തിട്ടുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അപ്പം നമ്മളിവിടെ പഠിക്കുന്നത് എന്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്? എക്സ്പീരിയൻസ് ആൻഡ് ഇൻ ദ സെയിം വേ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അപ്പോൾ എംപിരിക്കൽ സ്കൂൾ അല്ലെങ്കിൽ കസ്റ്റം സ്കൂളിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എക്സ്പീരിയൻസിനാണ്. അതുപോലെ തന്നെ സക്സസ് ആയിക്കോട്ടെ ഫെയിലിയർ ആയിക്കോട്ടെ നമ്മൾക്ക് മുമ്പത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കൺസിഡർ ചെയ്യണം. ആൻഡ് ഇറ്റ് വിൽ ബി ലീഡ്സ് ടു ദ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. നമ്മളിവിടെ എടുക്കേണ്ടത് എന്താണ്? പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. സോ ദിസ് ഈസ് അബൌട്ട് ദ എംപിരിക്കൽ സ്കൂൾ ഓഫ് തോട്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഹ്യൂമൻ ബിഹേവിയർ. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് ഫാക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരങ്ങളും വിചാരങ്ങളും ഉള്ളവരാണ്. അവരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ വളരെയധികം കെയർ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ അവർ തച്ചടച്ചു പോവും. എങ്ങനെയാണ് അവർ ഇൻ്റർപ്രറ്റ് ചെയ്യാമെന്നോ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യാമെന്നോ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. സോ ഹിയർ ദ ഹ്യൂമൻ ബിഹേവിയർ സ്കൂൾ, സോ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ. ഇതിനെ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തിൽ നിന്നാണ് ഒരു ബിഹേവിയർ വരുന്നത്? റിലേഷൻ നിന്നാണ്. റിലേഷൻ ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഗുഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഗുഡ് റിലേഷൻ കീപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഗുഡ് റിലേഷൻ ഉണ്ടെങ്കിൽ ബിഹേവിയർ നമുക്ക് മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ദിസ് സ്കൂൾ ഓഫ് തോട്ട് സജസ്റ്റ് ദ അപ്ലിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ആൻഡ് ന്യൂലി ഡെവലപ്ഡ് തിയറീസ് or the methods or the techniques of the relevant social science to the study of human relation from personality, dynamics or cultural heritage. So we must give the importance to the personality dynamics, personality development, motivation, giving motivation or encouraging, enhancing the talent, skill or the ability of the human beings, and give importance in the same way to the cultural heritage. അവരുടെ സംസ്കാരം എന്താണ്, അവരെവിടെയുള്ള ആൾക്കാരാണ്, അത് വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഈ ഹ്യൂമൻ ബീയിങ്സിനെ മോൾഡ് ചെയ്തെടുക്കാനായിട്ട്. So this school puts more attention to the motivation of the individual and human psychology and the sociology. So we get the expression, feeling of the human beings about the psychology and sociology of the human nature and give motivation to the development of their character and the nature and the behavior, and to reproduce the maximum utilization of the skill or the talent or the learning capacity of the human beings. So whenever this school has suggested something in general, its the application is not universally adopted as the nature of the application is not universally adopted as the nature of circumstances of the workers in different countries as well as different industries is not the same. The employees who are working in different organization, different enterprise, different locality, different countries, the nature or the character or the culture or the system is entirely different. ഓരോ ലൊക്കാലിറ്റിയിൽ നിന്നും വരുന്ന ഓരോ കൾച്ചറിൽ നിന്നും വരുന്ന ആൾക്കാരുടെ, ഇപ്പോൾ ടൗണിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കൾച്ചർ, അവരുടെ കസ്റ്റം, അവരുടെ നേച്ചർ, ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഇൻ ദ റൂറൽ ഏരിയാസ്. പഞ്ചായത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വലിയ മാറ്റങ്ങൾ തന്നെ. ഇപ്പോൾ കടൽ തീരത്ത് ജീവിക്കുന്ന ജനങ്ങൾ അല്ലെങ്കിൽ കാട്ടിൽ താമസിക്കുന്ന ജനങ്ങൾ,
അവരുടെ കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ടൗണിൽ ജീവിക്കുന്ന ജനങ്ങളുടെ കൾച്ചറിനേക്കാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. സെയിം മെത്തേഡ്സ്, സെയിം ഫോർമാലിറ്റീസ്, സെയിം ടെക്നോളജി, സെയിം കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അവിടുത്തെ സൈക്കോളജി ആൻഡ് സോഷ്യോളജിക്കൽ ഓർ ദ മെൻ്റൽ ഫാക്ടേഴ്സ് ഓർ ദ നേച്ചർ ഓർ ദ ബിഹേവിയർ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നമുക്ക് അങ്ങനെ തന്നെ ആ ഒരു ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ദിസ് സ്കൂൾ എംഫസൈസ് ദാറ്റ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഹ്യൂമൻ ബിഹേവിയറിൽ അവരിലുള്ള സ്കില്ല്, ടാലൻറ്റ്, കപ്പാസിറ്റി, ലേണിംഗ്, അതിൽ നിന്നെല്ലാം മാക്സിമം പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കണം. So this human behavior school emphasizes the productivity depends on the satisfaction of the employees in work situations. നമ്മുടെ വർക്കിംഗ് എൻവയൺമെൻറ്റിൽ അവർ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത് നോക്കണം. അവർക്ക് മറ്റുള്ള ടെൻഷൻസിൽ നിന്നൊക്കെ റിലീഫ് കിട്ടിക്കൊണ്ട് ഫുൾ ടൈം അവരുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ദേ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദയർ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഓർ വർക്കിംഗ് എൻവയൺമെൻറ്റ്. So the subscribers of this school of thought are of view that the effectiveness of any organization, sometimes it may be a public or private or the government or the financial institution, it is depends upon the quality of the relationship among the people working in the organization. Managementum employeesum, employer and employees, subordinates and the superiors, managers and the subordinates, അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ഒരു ലിങ്ക് എന്ന് പറയുന്നത് അത് ഇഫക്റ്റീവായിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിലേക്ക് എംപ്ലോയീസിനെ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഹ്യൂമൻ ബിഹേവിയറൽ സ്കൂൾ കോൺട്രിബ്യൂട്ടേഴ്സ്. അവരെന്താണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്? ദ ഹ്യൂമൻ ബിഹേവിയർ and the quality of the relationship among the subordinates and the superiors, managers and the employees, employers and employees, management and the subordinates. അവിടെ അതാണ് കോൺട്രിബ്യൂട്ടേഴ്സ് ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. Then what are the main features of this human behavioral school? എന്തൊക്കെയാണ് ഇതിലെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? Work is being got done through with the people. Manager must have basic understanding of human behavior and the psychology. മാനേജേഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സബോർഡിനേറ്റ്സിൻ്റെയും സൈക്കോളജിക്കൽ, സോഷ്യൽ, കൾച്ചറൽ ഫാക്ടേഴ്സ്, ക്യാരക്ടർ, നേച്ചർ, അതിനെക്കുറിച്ച് ക്ലിയർ സ്റ്റഡി അവർക്കുണ്ടായിരിക്കണം. And the second feature, that is the personal relation amongst people, must be studied by the management. ഒരു കമ്മ്യൂണിക്കേഷൻ, ഗുഡ് കമ്മ്യൂണിക്കേഷൻ വഴി ആ സബോർഡിനേറ്റ്സുമായിട്ട് അടുത്തൊരു ബന്ധം, അത് ശക്തിയായിട്ടുള്ളൊരു ബന്ധം, സ്ട്രോങ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിന് സാധിക്കണം. ആൻഡ് ദ തേർഡ് വൺ, ഹയർ പ്രൊഡക്ഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ത്രൂ ദ ഗുഡ് ഹ്യൂമൻ റിലേഷൻ. അതായത് നല്ലൊരു ബന്ധത്തിലുള്ള ഒരാളാണെങ്കിൽ എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാലും അത് ക്ഷമിക്കാനും അവരെ മനസ്സിലാക്കാനും സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിന് സാധിക്കും. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ സന്ദർഭത്തിൽ ഇങ്ങനെ പെരുമാറിയത്? കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെയല്ലല്ലോ പെരുമാറിയത്, ഇന്ന് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബന്ധം അവർ തമ്മിലുണ്ടായിരിക്കണം. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുമ്പോൾ അവരിൽ നിന്ന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ വർക്കിംഗ് എൻവയൺമെൻറ്റിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മാക്സിമം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് മാത്രമേ മാക്സിമം പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് സോഷ്യൽ സിസ്റ്റം സ്കൂളാണ്. സോഷ്യൽ സിസ്റ്റം സ്കൂളിനെ നമുക്ക് വേറൊരു വേർഡിൽ പറയാം സോഷ്യൽ ബിഹേവിയറൽ സ്കൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞു സൈക്കോളജി ആൻഡ് ദ സോഷ്യൽ ക്യാരക്ടർ. ഇവിടെ സോഷ്യൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ദിസ് സ്കൂൾ ഓഫ് തോട്ട് ഈസ് ബൗൺസ്ഡ് ബൈ സി ബെർണാഡ്. ഹീ ഈസ് ദ കോൺട്രിബ്യൂട്ടർ. ഈ സി ബെർണാഡ് എന്താണ് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ സ്കൂൾ ഓഫ് സിസ്റ്റം, സോഷ്യൽ സ്കൂൾ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നതിന് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്?
C. Bernard went into the cooperative or the biological or the physical or social aspect of the individual environment. ഈ സോഷ്യൽ സിസ്റ്റം സ്കൂൾ കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ള സി ബെർണാഡ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളത് കോപ്പറേറ്റീവ്, ബയോളജിക്കൽ ആൻഡ് ഫിസിഷ്യൽ, അതുപോലെ തന്നെ സോഷ്യൽ ആസ്പെക്ട്സ്. അത് ഒരു ഇൻഡിവിജ്വൽ എൻവയൺമെൻറ്റിൻ്റെ, അതായത് ഒരു വ്യക്തി എന്ന് പറയുന്ന, ഒരു പേഴ്സണൽ എന്ന് പറയുന്ന ആളുടെ സൈക്കോളജിക്കൽ, സോഷ്യൽ, ബയോളജിക്കൽ ഫാക്ടർ വെച്ചിട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റഡിയാണ് സി ബെർണാഡ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് തിയറി എംഫസൈസ് ഓഫ് ഫോർമൽ ഓർഗനൈസേഷൻ കോൺസെപ്റ്റ്, നോട്ട് ഓൺലി ദ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ബട്ട് ഓൾസോ ദ വില്ലിംഗ്നെസ് ടു കണ്ടിന്യൂ ആക്ഷൻ ടു അച്ചീവ് ദ കോമൺ പർപ്പസ്. സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതല്ല ഇവിടെ നോക്കുന്നത്, വില്ലിംഗ്നെസ്. ആ ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി എ കണ്ടിന്യൂവസ് പ്രോസസ്സ്. കണ്ടിന്യൂവസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ ഓർഗനൈസേഷനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എത്താനായിട്ട് സാധിക്കുള്ളൂ. അവിടെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതല്ല, എന്താണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്? വില്ലിംഗ്നെസ്. എനിക്ക് ആ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ വളരെ കാലം നിലനിൽക്കാനുള്ള ആ ഒരു വില്ലിംഗ്നെസ്, അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് ആ എംപ്ലോയീസിനെ മോൾഡ് ചെയ്തെടുക്കണമെന്നാണ് സി ബെർണാഡ് സോഷ്യൽ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്ന സിസ്റ്റം സ്കൂളിൽ പറയുന്നത്. The meaning of social societies is where workers are motivated by a determination to show the results, that is the outputs, are hired with a zeal to achieve the common purpose. നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ കോമൺ ഒബ്ജക്റ്റീവ് എന്താണ്, വിഷൻ എന്താണ്, മിഷൻ എന്താണ്, അതേ മനസ്സിലാക്കിക്കൊണ്ട് അത് അച്ചീവ് ചെയ്യാനായിട്ട് മാനേജ്മെൻറ്റിൻ്റെ കൂടെ നിൽക്കുന്ന വർക്കേഴ്സിനെയാണ് ഇവിടെ മോൾഡ് ചെയ്ത് എടുക്കേണ്ടത് എന്നുള്ളതാണ് സി ബെർണാഡ് പറയുന്നത്. സോ ഹു ആർ ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ദിസ് സ്കൂൾ ഓഫ് തോട്ട്, ദറ്റ് ഈസ് സോഷ്യൽ സിസ്റ്റം സ്കൂൾ, ദറ്റ് ഈസ് Chester Bernard, that is C. Bernard and Max Weber. These are the two contributors of this social system school. Then what are the main features of this school? That is, an organization is a special system. ഈ നമ്മളെടുത്തിരിക്കുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അവിടെ ഒരു സ്പെഷ്യൽ സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കണം. And there must be a cooperation of the persons working is the case of good management. അവിടുത്തെ വർക്കേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം, എംപ്ലോയീസ് തമ്മിൽ ഒരു സഹകരണം ഉണ്ടായിരിക്കണം. ആൻഡ് ദ മാനേജ്മെൻറ്റ് മസ്റ്റ് എസ്റ്റാബ്ലിഷ് ഹാർമണി ബിറ്റ്വീൻ ദ ഗോൾസ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് ദ നീഡ്സ്, എയിംസ് ആൻഡ് ദ ആസ്പിറേഷൻ ഓഫ് ദ പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോളും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഗോൾസ്, ദെയർ നീഡ്സ്, ഡിസയേഴ്സ്, ഇതെല്ലാം സെയിം ആയിരിക്കണം. അത് തമ്മിൽ ഒരു ഹാർമണി, ഒരു ലിങ്ക്, ഒരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. അതാണ് സി ബെർണാഡും അതുപോലെ തന്നെ മാക്സ് വെബറും ഇവിടെ സോഷ്യൽ സിസ്റ്റം സ്കൂളിനെ കുറിച്ചിട്ട് പറയുന്നൊരു തോട്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സ്പെഷ്യൽ സിസ്റ്റം ഉണ്ടായിരിക്കണം, പേഴ്സൺസ് എന്ന് പറയുന്നവർ അതായത് എംപ്ലോയീസ് തമ്മിൽ ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഗോളും ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഗോളും തമ്മിൽ ഒരു ഹാർമണി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നെക്സ്റ്റ് സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് ഡിസിഷൻ തിയറിയാണ്. എപ്പോഴും നമുക്ക് അറിയാം എപ്പോഴാണ് ഡിസിഷൻ എടുക്കേണ്ടി വരിക, എപ്പോഴാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരിക. ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരിക. ഇവിടെ നമ്മളോട് കോൺട്രിബ്യൂട്ടേഴ്സ് എന്താണ് പറയുന്നത്? ഡിസിഷൻ തിയറി ഓഫ് സ്കൂൾ ആണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസിഷൻ മാനേജ്മെൻറ്റ് സ്കൂൾ. ഈ ഡിസിഷൻ തിയറി സ്കൂളിനെ നമുക്ക് ഡിസിഷൻ സ്കൂൾ എന്നോ അല്ലെങ്കിൽ ഡിസിഷൻ മാനേജ്മെൻറ്റ് സ്കൂൾ എന്നോ നമുക്ക് പറയാം. നമുക്കൊരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഇതിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ചീപ്പായിട്ടുള്ളത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കണം. ഏറ്റവും ബെസ്റ്റും ഏറ്റവും ചീപ്പായിട്ടുള്ളത് എടുക്കാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നല്ലൊരു ഡിസിഷനായിട്ട് വരുന്നത്. സോ ദിസ് സ്കൂൾ ഓഫ് തോട്ട് എംഫസൈസ് ഓൺ റേഷണൽ അപ്രോച്ച്
to decision making by the selection of the best course of action from various possible alternatives. നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു തിയറി, ഒരു സ്കൂൾ ഓഫ് തോട്ട്, അതിനെയാണ് നമ്മൾ ഇവിടെ ഡിസിഷൻ തിയറി സ്കൂൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഗിവ്സ് മോർ എംഫസൈസ് ഓൺ ദ റേഷണൽ അപ്രോച്ച്, റേഷണാലിറ്റി. അതായത് നമ്മുടെ കോമൺ സെൻസ് ഏറ്റവും ബെസ്റ്റിന് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതിനെയാണ് നമ്മളിവിടെ എന്തായിട്ട് പറയുന്നത്, റേഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. So further this theory can be expanded to examine the following to achieve the basis of decision. ഇവിടെ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ആൻഡ് ദർ ഈസ് എ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ റിയാക്ഷൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ എ ഗ്രൂപ്പ്. സോ നമ്മളിവിടെ പഠിക്കുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ റിയാക്ഷൻസ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ അതിൽ വരുന്ന മാനേജ്മെൻറ്റ് ആൻഡ് ദ എംപ്ലോയീസ്, അതിനെക്കുറിച്ച് സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ റിയാക്ഷൻസ് അതും കൂടി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഗുഡ് ഡിസിഷൻ മേക്കിംഗ് മാനേജ്മെൻറ്റിന് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ what is about this decision theory school? According to this school, which deals with the nature of organization and the organization structure and the psychological and the social nature of the persons who are engaged in this management. Then the detailed study about the features, there must be decision making field is the essence of the management theory field, and the managers are essentially decision makers and the problem solvers. Management എന്ന് പറയുന്നത് എപ്പോഴും പ്രോബ്ലം സോൾവേഴ്സ് ആയിരിക്കണം, പ്രോബ്ലം ക്രിയേറ്റേഴ്സ് ആവാൻ പാടില്ല. പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ആൾക്കാരായി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങളേ ഉണ്ടാവുള്ളൂ. എപ്പോഴും മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കണം. ഇൻ ദ സെയിം വേ ദേ ആർ ദ പ്രോബ്ലം സോൾവേഴ്സ്. So whatever the management does is the outcome of the decision taken by him. This decision is made out of the set of alternatives available to him. ഒരു മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഒരു മാനേജർക്ക് ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കണം. ഒന്ന് ഫെയിലായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് എടുക്കാനായിട്ട് അവരുടെ കയ്യിൽ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കണം. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ദ സ്യൂട്ടബിൾ വൺ ഈസ് ടു ബി സെലക്റ്റഡ് ബൈ ദ മാനേജർ. ഹീ ഈസ് എ ഗുഡ് ലീഡർ ഓർ ഗുഡ് മാനേജർ. ഏറ്റവും നല്ല മാനേജർ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാനായിട്ട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മാനേജർ ആയിരിക്കണം. സോ ദ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് ബിലോങ്ങിങ് ടു ദിസ് സ്കൂൾ ആർ സി ബെർണാഡ് ആൻഡ് ഹെർബർട്ട് സൈമൺ ആൻഡ് ദ ഫോറസ്റ്റർ എക്സെട്ര. സോ ദീസ് ആർ ദ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ദിസ് സ്കൂൾ ഓഫ് തോട്ട്, ദറ്റ് ഈസ് ദ ഡിസിഷൻ തിയറി സ്കൂൾ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, that is mathematical or quantitative management school. Here we give more importance to the measurement and the count the volume of the output. ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്താണ് കൊടുക്കുന്നത്, എത്രത്തോളം എന്ന് മെഷർ ചെയ്യാൻ പറ്റണം. And the decision making, for the decision making we apply the different tools which are related to the quantitative methods and apply the mathematical application also. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മാത്തമെറ്റിക്കൽ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് മാനേജ്മെൻറ്റ് സ്കൂളാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മളോട് പറയുന്നത് ഹാരോൾഡ് കൂവ് ആണ്. ഹാരോൾഡ് കൂവ് ഈസ് ദ ഒറിജിനേറ്റർ ഓഫ് ദിസ് തോട്ട്, ദാറ്റ് ഈസ് ദ മാത്തമെറ്റിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് മാനേജ്മെൻറ്റ് സ്കൂൾ, ഹു സേസ് ദ മാത്തമെറ്റീഷ്യൻസ് ഹാവ് പ്രൊവൈഡഡ് ദ സ്കൂൾ ഇൻ മാനേജ്മെൻറ്റ് ദ മീൻസ് ഓഫ് വ്യൂയിങ് മെനി പ്രോബ്ലംസ് മോർ ക്ലിയർലി ആൻഡ് ദർ ഈസ് എ നീഡ് ടു എസ്റ്റാബ്ലിഷിംഗ് ഗോൾസ് ആൻഡ് മെഷേഴ്സ് ഓഫ് ഇഫക്റ്റീവ്നെസ്. കൂവ് എന്ന് പറയുന്നത് ഒരു മാത്തമെറ്റീഷ്യനാണ്. ഹീ ഈസ് എ കോൺട്രിബ്യൂട്ടർ ഓഫ് ദിസ് സ്കൂൾ. അദ്ദേഹം പറയുന്നത് ഒരു മാത്തമെറ്റീഷ്യന് മാത്രമേ ക്ലിയർ ആയിട്ട് ഒരു പ്രോബ്ലം എറൈസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്ത് അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അതായത് ഒരു മാത്തമെറ്റിക്കൽ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്ലിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കണം, അവിടെ ഡാറ്റ കളക്ഷൻ ഉണ്ടായിരിക്കണം. ഡാറ്റ കളക്ഷന് മുമ്പ് റിലേറ്റഡ് ഫാക്ടേഴ്സിനെ കുറിച്ച് കണ്ടെത്തിയിരിക്കണം.
അത് കണ്ടെത്തിയതിന് ശേഷം അതിനെക്കുറിച്ച് ഡാറ്റ കളക്ട് ചെയ്ത് സ്റ്റഡി ചെയ്ത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇഫക്റ്റീവായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഹെറോൾഡ് കൂവ് പറയുന്നത്. സോ ദേ ഹാവ് ഹെൽപ്ഡ് ഇൻ ഗെറ്റിംഗ് പീപ്പിൾ ടു വ്യൂ ദ മാനേജ്മെൻറ്റ് ഏരിയാസ് ആസ് എ ലോജിക്കലായിട്ട് ഐഡിയോളജിക്കലായിട്ട് അല്ലെങ്കിൽ ലോജിക്കൽ സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പിനാണ് കൂവ് ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ദ ഹാവ് കോസ്ഡ് പീപ്പിൾ ഇൻ മാനേജ്മെൻറ്റ് ടു റിവ്യൂ and occasionally reorganize information system so that the mathematicians can be given a sensible quantitative meaning. മാത്തമെറ്റീഷ്യൻസിന് മാത്രമേ ഒരു ക്വാണ്ടിറ്റേറ്റീവ്, മറ്റുള്ളതിലൊക്കെ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ക്വാളിറ്റി ഓഫ് ദ വർക്കേഴ്സ്. ക്വാളിറ്റിക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്താൽ പോരാ, സെയിം വേ ക്വാണ്ടിറ്റിക്കും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നാണ് കൂവ് എന്ന് പറയുന്ന മാത്തമെറ്റീഷ്യൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒരു മെയിൻ പാർട്ടാണ്. അതിന് ഒരു ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറും കൂടിയും കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ദ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഇൻക്ലൂഡ്സ് ദ ലീനിയർ പ്രോഗ്രാമിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആൻഡ് അതർ മാത്തമാറ്റിക്കൽ മോഡൽസ്. ഇത് നിങ്ങൾ പഠിക്കുന്നത് 4th സെമ്മിലാണ്. 4th സെമ്മിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് തന്നെ നിങ്ങൾക്ക് BCom പഠിക്കാനുണ്ട്. ആ സബ്ജക്റ്റിൽ ഡിഫറെൻറ്റ് ടൂൾസ് ആൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 ഫാക്ടേഴ്സ് ആൻഡ് ദ റിഗ്രഷൻ അനാലിസിസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ്, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ ഇത്ര നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ആയിരിക്കാം, ഓർ അതർ മാത്തമാറ്റിക്കൽ മോഡൽസ്, ദാറ്റ് ഈസ് geometrical or graphical methods we can apply for the measurement of the quantity or the volume of the management and the relationship between the management and the employers. Okay, the importance of this school of thought has generally expanded because of environment of operation, that is the operation research technique in business with the help of computer technology. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റേറ്റീവ് സ്കൂൾ ഓഫ് തോട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഓപ്പറേഷൻ റിസർച്ച് മെത്തേഡ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓപ്പറേഷൻ റിസർച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ ടെക്നോളജി അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ ഓപ്പറേഷൻ റിസർച്ച് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ മാത്തമാറ്റിക്കൽ ഓർ ക്വാണ്ടിറ്റേറ്റീവ് മാനേജ്മെൻറ്റ് സ്കൂൾ എന്ന് പറയുന്നതിൽ നമ്മൾ പഠിക്കുന്നത്. അതായത് ഇത് ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്? മോഡേൺ തിയറിയിലാണ്. മോഡേൺ തിയറിയിലാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ ടെക്നിക്കൽ, അതായത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ വിച്ച് ആർ അപ്ലൈഡ് ഇൻ ദ കേസ് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡി, അവിടെയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത്. So the importance of this school of thought has generally expanded because of the involvement operation system in business with the help of the computer technology. Computer technology എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there must be a hardware and the software. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഓപ്പറേഷൻ റിസർച്ച് സിസ്റ്റം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി കമ്പ്യൂട്ടർ ടെക്നോളജി. കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ഒരു ഓപ്പറേഷൻ റിസർച്ച് സിസ്റ്റമാണ് ഈ തോട്ടിൽ നമ്മൾ കൂടുതലായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹു ആർ ദ കോൺട്രിബ്യൂട്ടേഴ്സ് ഓഫ് ദിസ് സ്കൂൾ ഓഫ് തോട്ട്? ദാറ്റ് ഈസ് ഫ്രെഡറിക് W. Taylor, that is F.W. Taylor, and Gilbert, Gantt, Newman, and Eckhoff and Hicks. These are the contributors, and these are the mathematicians and the management research scholars give the contribution about this school of thought. The next one, that is the 7th school of thought, that is systems approach school. In this school, that is the reason origin, that is applied in the modern area, modern classical age. That is the origin have developed in the later 1960s, that is in the integrated approach which considers management in its totality based on empirical data. We apply the empirical data in the modern technology. According to this approach, attention must be paid to the overall effectiveness of the subsystem. നമ്മൾ നേരത്തെ മോഡേൺ ക്ലാസിക്കൽ തിയറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ആസ് എ ഓൾ, ആസ് എൻ എൻറ്റിറ്റി
ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവും ഹ്യൂമൻ ഒബ്ജക്റ്റീവും കൂടി ഒന്നായി കണ്ടുകൊണ്ടാണ് മോഡേൺ തിയറിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ അവിടെ ഒരു സെപ്പറേഷൻ ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? മാനേജ്മെൻറ്റ് ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി ബേസ്ഡ് ഓൺ എംപിറിക്കൽ ഏരിയ. So according to this approach, attention must be paid to the overall effectiveness of a subsystem in isolation from the other subsystems. ഇവിടെ നമ്മൾ ഒരു ഐസൊലേറ്റഡ് ഏരിയ എന്നുള്ളതിനേക്കാൾ ഉപരിയായി ടോട്ടാലിറ്റി എന്ന് പറയുന്നതിനാണ് നമ്മളിവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. സോ ദ മെയിൻ എംഫസൈസ് ഈസ് ഓൺ ദ ഇന്റർഡിപ്പെൻഡൻസ് ആൻഡ് ഇന്റർ റിലേറ്റഡ്നെസ് of the various subsystems from the point of view of the effectiveness of the larger system. ഇപ്പം നിങ്ങൾ തന്നെ നോക്കാം, നിങ്ങളൊരു ഷോറൂമിൽ പോവാണ്. ആ ഷോറൂം എന്ന് പറയുന്നത് ഒരു 2 വീലറിൻ്റെ ഷോറൂമാണ്. ഈ 2 വീലറിൻ്റെ ഷോറൂമിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് വിത്ത് ക്യാഷ് കൗണ്ടർ, ദെൻ ഒരു മാനേജർ ഉണ്ടായിരിക്കും, ജനറൽ മാനേജർ, and there must be a spare parts department, and there must be a workshop department, and other water service department and sales department. ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം കൂടി ചേർന്നതാണ് ഒരു 2 വീലർ ഷോറൂം എന്ന് പറയുന്നത്. അവിടെ അപ്ലൈ ചെയ്യുന്നതൊക്കെ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ആയിരിക്കും. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് സബ്സിസ്റ്റംസ് ഇൻ എ പർട്ടിക്കുലർ ഓർഗനൈസേഷൻ. അപ്പോൾ ഓരോ ഓർഗനൈസേഷനിലും ഓരോ സബ്സിസ്റ്റംസ് ഉണ്ടായിരിക്കും. ആ സബ്സിസ്റ്റംസ് തമ്മിൽ there must be a interdependence and interrelatedness of the various subsystem. ഇപ്പോൾ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പർച്ചേസ് ഓർഡർ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവിടെ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമെന്നുള്ള ഒരു പർച്ചേസിങ് ഓർഡർ സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കിട്ടിയാൽ മാത്രമേ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതോടൊപ്പം തന്നെ പർച്ചേസ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് ആരാണ്? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഓർഡർ കൊടുത്തിട്ടുണ്ടെന്നുള്ള ഒരു ഇൻഫോർമേഷൻ ആർക്ക് കൊടുക്കണം? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണം. ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ പർച്ചേസ് മീറ്റ് ചെയ്യണമെങ്കിൽ, പേയ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഫണ്ട് ഉണ്ടായിരിക്കണം. ഈ ഫണ്ട് ഉണ്ടാവണമെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്തിനാണ് ഈ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? അവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരിക്കും. നമുക്ക് പണം കിട്ടാനുള്ള ആൾക്കാർ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരിക്കും. ആരിൽ നിന്നൊക്കെ പണം കിട്ടാനുണ്ട് അവരെയൊക്കെ റിമൈൻഡ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്ത് അവരിൽ നിന്ന് പൈസ കിട്ടിയാൽ മാത്രമേ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ പർച്ചേസിന് പൈസ കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലും എന്തുണ്ടായിരിക്കണം? ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ടായിരിക്കണം, ഇൻ്റർ റിലേറ്റഡ്നെസ് ഉണ്ടായിരിക്കണം. എന്നുണ്ടെങ്കിൽ മാത്രമേ ടോട്ടാലിറ്റി എന്ന് പറയുന്ന ബേസിസിൽ നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ വാട്ട് ആർ ദ എസെൻഷ്യൽ ഫീച്ചേഴ്സ് റിലേറ്റഡ് ടു ദിസ് സ്കൂൾ ഓഫ് തോട്ട്? ഫസ്റ്റ് വൺ, എ സിസ്റ്റം ഹാസ് എ നമ്പർ ഓഫ് സബ്സിസ്റ്റംസ് ആൻഡ് നമ്പർ ഓഫ് പാർട്സ് ആൻഡ് നമ്പർ ഓഫ് സബ് പാർട്സ്. Then all the subsystems, parts and subparts are mutually related, interrelationship by each other. A change in one part will affect the change in the other part. Purchase ഒക്കെ നടത്തി, പക്ഷേ സെല്ലിംഗ് ഇല്ലെങ്കിൽ ആ ബിസിനസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? സെല്ലിംഗ് നടത്തി, എല്ലാം ക്രെഡിറ്റിനാണ് പോയിട്ടുള്ളത്, പൈസയൊന്നും കിട്ടുന്നില്ല, പിന്നെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് വർക്ക് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കില്ല. സെയിൽ നടത്തി, സർവീസിങ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പറായിട്ട് ഒന്നും സർവീസ് ചെയ്യുന്നില്ല, അപ്പോൾ അവിടെ കസ്റ്റമേഴ്സ് വീണ്ടും വരുമോ? വരില്ല. ബാഡ് ഫീഡ്ബാക്ക് ആയിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. ദ സിസ്റ്റംസ് അപ്രോച്ച് എംഫസൈസ് ഓൺ ദ സ്റ്റഡി ഓഫ് ദി വേരിയസ് പാർട്സ്, വേരിയസ് സബ് പാർട്സ്, വേരിയസ് സബ് സിസ്റ്റംസ് ഇൻ ദയർ ഇൻ്റർ റിലേഷൻഷിപ്സ് rather than in isolation from each other. Inter relationshipന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. The system's approach to management brings out the complexity of a real management problem much more sharply than any other approaches. കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാണ് കൊടുക്കേണ്ടത്? The problems, that is the management problem. It can be utilized by another school or other schools of management thought. ഇത് നമ്മൾ എന്തുമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം? മറ്റുള്ള മാനേജ്മെൻറ്റ് സ്കൂളും കൂടി റിലേറ്റഡ് ആക്കിക്കൊണ്ട് നമുക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് ഈ ഗുഡ് മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ.
And the last school of thought, that is the contingency approach school. കണ്ടിൻജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേർഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, ഇപ്പോൾ ഒന്നും പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഭാവിയിൽ പ്രശ്നം വരാം. നമ്മൾ മുൻകൂട്ടി അൺസർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്ലാൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, കണ്ടിൻജൻസി എന്ന് പറയുന്നത്. എമർജൻസിയിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ക്യാരക്ടർ എന്ന് പറയുന്നതാണ് കണ്ടിൻജൻസി. So here the contingency approach to management emphasizes on the fact that management is highly practice oriented and action picked discipline. ഇവിടെ നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ പാക്കേജ് എന്ന് പറയുന്നത്, പ്രാക്ടീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്ഷൻ പാക്ഡ് എന്ന് പറയുന്നത്, ഒരു അൺസർട്ടൈൻ ഈവൻ്റ് വന്നാലും നമുക്ക് പ്രിക്കോഷൻസ് എടുക്കാനായിട്ട് സാധിക്കണം. ഇപ്പോൾ ഈ ഉറുമ്പിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ അറിയാം, ഉറുമ്പ് മഴക്കാലം ആകുമ്പോഴത്തേക്കും, മഴക്കാലത്ത് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പം മഴക്കാലം ആകുമ്പോഴത്തേക്കും അവരെന്ത് ചെയ്യും, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ അവരെവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെറിയ ചെറിയ ഓട്ടകൾ ഉണ്ടാക്കിയിട്ട് അവിടെ അവർ സ്വരു കൂട്ടി വയ്ക്കും. ഇതിനെയാണ് നമ്മളിവിടെ എന്താ പറയുന്നത്, ഹൈലി പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആൻഡ് ആക്ഷൻ പാക്ഡ് ഡിസിപ്ലിൻ. മുൻകൂട്ടി കൊണ്ട് ഒരു അൺസർട്ടൈൻ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റുമെന്നുള്ള പാക്കേജും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ദ മാനേജറിയൽ ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ് initiative are known to be matters of pragmatism and not of the principles. അവിടെ പ്രിൻസിപ്പിളിനല്ല ഇമ്പോർട്ടൻസ്, കോമൺ സെൻസിനാണ്. മഴ വരുന്നുണ്ട്, ഇരുട്ട് വരുന്നുണ്ട്, കാറ്റ് വരുന്നുണ്ട്, നമ്മൾ എന്താ ചെയ്യുക, തുണികൾ ഉണങ്ങാനിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേഗം എടുക്കും. ചിലപ്പോൾ വിറക് ഉണക്കാനിട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ വല്ല അരിയോ മുളകോ ഗോതമ്പോ സാധനങ്ങളൊക്കെ പുറത്ത് ഉണക്കാനിട്ടിട്ടുണ്ടെങ്കിൽ മഴ വരാനായിട്ട് നോക്കിയിരിക്കില്ല, ഇരുട്ട് കൂടുമ്പോൾ തന്നെ വേഗം നമ്മൾ അതിൻ്റെ പ്രിക്കോഷൻസ് സ്റ്റാർട്ട് ചെയ്യും, അല്ലേ? ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആൻഡ് ആക്ഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, ഇനീഷ്യേറ്റീവ്സ് ആർ നോൺ ടു ബി മാറ്റേഴ്സ് ഓഫ് പ്രാഗ്മാറ്റിസം ആൻഡ് നോട്ട് ഓഫ് ദ പ്രിൻസിപ്പിൾസ്. The environment of organization and managers is very complex and uncertain, ever changing and diverse. It is the basic function of managers to analyze and understand the environments in which they function before adopting their techniques, process and practice. ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യണേക്കാൾ മുമ്പ് ആ മാനേജ്മെൻറ്റിൽ ആരൊക്കെയാണ് അവിടെ പ്ലേയേഴ്സ് ആയിട്ടുള്ളത്, അവരുടെ സൈക്കോളജിക്കൽ സോഷ്യൽ റിയാക്ഷൻസ് കണക്കിലെടുക്കണം. അവിടെയുള്ള ടെക്നോളജി അവെയർനെസ് അവർക്ക് അറിഞ്ഞിരിക്കണം. ഒരു ന്യൂ ടെക്നോളജി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കാതെ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ഒരു തീരുമാനമെടുക്കാൻ പാടില്ല. അവരെ കൊണ്ട് സാധിക്കാത്ത ഒരു ബർഡൻ അവരുടെ തലയ്ക്ക് വെച്ച് കൊടുക്കാനായിട്ട് പാടില്ല. ടെക്നോളജി എന്ന് പറയുന്നതാണെങ്കിലും അവർക്ക് ട്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം സാവകാശം പോലെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് മോൾഡ് ചെയ്ത് എടുക്കണം. അതിൽ കൂടുതലായിട്ട് അവരെ നമ്മൾ ഫോഴ്സ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെയാകുമ്പോൾ നെഗറ്റീവ് അപ്രോച്ചാണ് വരുന്നത്. സോ മാനേജ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ടെക്നിക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രോസസ്സ് ആയിക്കോട്ടെ, പ്രാക്ടീസ് ആയിക്കോട്ടെ, ബർഡൻ ആവാനായിട്ട് പാടില്ല. എംപ്ലോയീസിന് ആക്സെപ്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു തീരുമാനങ്ങൾ ആയിരിക്കണം. The choice of approaches and also their effectiveness is contingent on the behavior and the dynamics of the situational variables. സിറ്റുവേഷൻ അനുസരിച്ച് കൊണ്ട് നമുക്ക് മാറ്റം വരുത്താൻ ഉതകുന്ന തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കണം മാനേജേഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതാണ് എൻ്റെ പ്രിൻസിപ്പിൾ, ഇതാണ് എൻ്റെ പോളിസി എന്നുള്ള ഫിക്സഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാവാൻ പാടില്ല. കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ ഇറ്റ് മസ്റ്റ് ബി ഫ്ലെക്സിബിൾ വൺ. ബട്ട് ദർ ഈസ് നോ വൺ യൂണിവേഴ്സലി വാലിഡ് ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. പക്ഷേ നല്ലൊരു മെത്തേഡല്ലാതെ അത് നമ്മൾ ഫ്ലെക്സിബിൾ ആക്കാനായിട്ട് പാടില്ല. അതായത് തൽക്കാലം ഈ മോശമായിട്ടുള്ളൊരു ഈവൻറ്റ് പോയിക്കോട്ടെ എന്ന് വിചാരിക്കാൻ പാടില്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാതും എന്തായിരിക്കണം, ബെസ്റ്റായിരിക്കണം. അതിൽ ഡ്രോബാക്സ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ നമ്മൾ നടപ്പിലാക്കാനായിട്ട് പാടുള്ളൂ. The management theory and the principles tend to be deterministic while the pace,
pattern and the behavior of the events, defy the deterministic or the dogmatic approaches. What is valid and good in a particular situation not be the same in some other situation. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പല ഓർഗനൈസേഷനിലും പല സിറ്റുവേഷൻ ആയിരിക്കും, പല എൻവയൺമെൻ്റ് ആയിരിക്കും. അവിടുത്തെ വർക്കേഴ്സ് എന്ന് പറയുന്നവർക്ക് ഡിഫറെൻറ്റ് കൾച്ചർ ആയിരിക്കും, സൈക്കോളജിക്കൽ ഫീലിങ്സ് ആയിരിക്കും, സോഷ്യോളജിക്കൽ ബിഹേവിയർ ആയിരിക്കും. അവിടുത്തെ വർക്കേഴ്സിൻ്റെ നേച്ചർ, ക്യാരക്ടർ അനുസരിച്ച് കൊണ്ട് മാത്രമേ നമ്മൾ അവിടെ ടെക്നോളജി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കണ്ടിൻജൻസി അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് കണ്ടിൻജൻ്റ് ആയിട്ട് നമുക്ക് ഫ്ലെക്സിബിളായിട്ട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കണം. ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ or the location or the environment of the organization, and in the same way the tradition and the cultural and the social and the psychological and the learning capacity of the workers also. So these are the 8 schools of thought related to the management. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മാനേജ്മെൻറ്റ് തോട്ട് ഇൻ ദ ബേസിസ് ഓഫ് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട്സ്. 8 സ്കൂളായിട്ടാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. ആ 8 സ്കൂൾസ് ഓഫ് മാനേജ്മെൻറ്റ് തോട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കുക. ഒരു ഇൻട്രഡക്ഷൻ, ഹു ആർ ദ കോൺട്രിബ്യൂട്ടേഴ്സ് ആൻഡ് ദ ഫീച്ചേഴ്സ്. എനിക്ക് തോന്നുന്നു ടെക്സ്റ്റിൽ പഠിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് പോയിൻ്റ് വൈസ് ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഏവറേജ് സ്റ്റുഡൻസ് ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഫീച്ചേഴ്സ് 3 പോയിൻ്റായിട്ട് ഞാൻ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ആ 3 പോയിൻ്റെങ്കിലും പഠിക്കാനായിട്ട് നോക്കാം. ചിലപ്പോൾ എസ് എ ക്വസ്റ്റ്യൻ ആയിരിക്കും മാനേജ്മെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട് നിങ്ങളോട് ചോദിക്കുക. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 8 സ്കൂൾ തന്നെ പഠിച്ചിട്ടേ ഇരിക്കണം. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് ഹെഡിങ് എഴുതുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതായത് അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ കൊടുക്കുക, കോൺട്രിബ്യൂട്ടേഴ്സിൻ്റെ പേര് എഴുതുക, അതുപോലെ തന്നെ ഫീച്ചേഴ്സ് എഴുതാം. സോ ഐ തിങ്ക് ഓൾ സ്റ്റുഡൻസ് ക്യാൻ ഫോളോ മൈ ക്ലാസ്, ആൻഡ് ഇഫ് ദർ ഈസ് എനി ഡൗട്ട്സ് അബൌട്ട് ദിസ് ടോപ്പിക് you will contact or you will ask at the time of your interaction. Okay, thank you. Have a nice day.